ഓ നമോ നാരായണായ. ഓം ശ്രീമദ് നാരായണീയം ദശകം 18 പൃഥുചരിതം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ തരമംഗലത്തദേവരേ ശരണം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ. സദ്ഗുരുഭ്യോ നമ. ഭക്തേഭ്യോ നമ. ഓം ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേ അംഗസ്യ വ്യജനി സുത സ വേന നാമ തദ്ദോഷവ്യഥിതമതി സ രാജവർയ ത്വൽപാദേ നിഹിതമന വനം ഗതോഭൂത്. ധ്രുവകുലേ ഏവ ധ്രുവന്റെ തന്നെ വംശത്തിൽ ജനിച്ചതായിട്ടുള്ള ജാതസ്യ തുംഗകീർത്തേഹ ഏറ്റവും വലിയ കീർത്തിയോടു കൂടിയ അംഗസ്യ അംഗൻ എന്ന രാജാവിന് ധ്രുവന്റെ വംശപരമ്പര ഒന്ന് വിസ്തരിച്ചു. അതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള മറ്റൊരു രാജാവിനെ പറഞ്ഞത് അംഗൻ ആണ്. പക്ഷെ അംഗന് കുട്ടികളില്ല, കാട്ടിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ഋഷിമാർ ഈ അംഗന് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് സ്വയമേവ ആ പുത്രകാമേഷ്ടി ചെയ്തു എന്നാണ്. ആ അംഗൻ്റെ നല്ല സൽസ്വഭാവത്തെ കണ്ട് പിന്നെ രാജ്യത്തിന് രാജാവ് വേണേനി രണ്ട് കണക്കാക്കിയിട്ടാണ്. അംഗസ്യ വേനനാമ സഹ അംഗരാജാവിന് വേനൻ എന്നു പേരായിട്ടുള്ള ഒരു പുത്രനുണ്ടായി. സഹ സുതഹ വ്യജനി. അപ്പോൾ ഒരു വേനൻ എന്ന പുത്രനുണ്ടായി എന്ന് പറയാൻ കാരണം വേനൻ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചൊരു ദുഷ്ടത കൂടുതൽ ചെയ്യുന്നയാള് എന്ന് നാട്ടുകാർ പേരിട്ടതാ. അതാ കുമാരൻ ജനിച്ച അന്ന് മുതൽ എന്ന് പറയട്ടെ, ദോഷമേ ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും. അതുകൊണ്ടാണ് വേനൻ എന്നുള്ള പേര് വന്നത്. സഹവേനഹ എന്ന് പ്രത്യേകം പറഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്, ഈ ദുഷ്ടതയാണ്. കുട്ടികളെയൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കൊല്ലുക, കൂട്ടുകാരെ. വെള്ളം പൊള്ളിങ്ങനെ പൊന്തും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചിരിച്ചും കൊണ്ട് കൈയോട്ട് ചിരിച്ച് പറയുകയും ചെയ്യുക ഈ ഉണ്ണികൾ മരിക്കുമ്പോഴേ. അങ്ങനെ പലതരത്തിൽപ്പെട്ടതായ ദ്രോഹങ്ങൾ. ഒരു ദ്രോഹം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വളരെ ദുഷ്ടനാണ്, സാത്വികത ഒട്ടുമില്ല. പിന്നെ താനാണ് കേമൻ. വലുതായി കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണിയുടെ പ്രവൃത്തി ദോഷത്തെ കൊണ്ട് അച്ഛന് സഹികെട്ടു. അച്ഛൻ ഒരു എഴുത്തെഴുതി വെച്ച് പോയി എന്നാണ് കാട്ടിലേക്ക്. അതായത് ഇങ്ങനൊരു ചീത്ത പുത്രൻ ഉണ്ടാവണേക്കാൾ നല്ലത് മക്കളില്ലാതിരിക്കുകയാണ്. എന്നാൽ പിന്നെ മക്കളില്ല എന്നൊരു ദോഷമല്ലേ ഉള്ളൂ. മറ്റത് പാരമ്പര്യം മുഴുവൻ നഷ്ടാവുന്ന, അവരൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരും ഇങ്ങനത്തെ ചീത്ത പുത്രന്മാരുണ്ടായാൽ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതിന് ഞാൻ കാരണക്കാരനായില്ലോ എന്നൊരു വിഷമത്തോട് കൂടിയിട്ടാണ് വേനൻ്റെ അച്ഛനായിട്ടുള്ള അംഗരാജാവ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറയുന്നത്, ഈ പുത്രകാമേഷ്ടി ചെയ്ത സമയത്ത് പായസമാണ് അതിൽ നിന്ന് കിട്ടിയത്. ആ പായസം അതൊന്ന് മണത്ത് നോക്കിയത്ര. അതിൻ്റെ ആ ഒരു വലിയ ഏതൊക്കെ തരത്തിലുള്ള അനുഗ്രഹം അതിലുള്ളത് ചോദിച്ചാൽ ശരിയാ. ഭഗവാന്റെ തന്നെ നേരിട്ട് അനുഗ്രഹമുണ്ട്. അപ്പം അതിന് സ്വാദ്, മണം കാണുമ്പോഴത്തെ ആ ഒരു പ്രത്യേകത, ആകർഷകത്വം. അപ്പോൾ അത് കണ്ടപ്പോൾ സ്വർണ്ണപാത്രത്തിലൊക്കെയാണ് കിട്ടിയത്. ഒന്നിങ്ങനെ മണത്ത് നോക്കിയിട്ട് അത്രേ പത്നിക്ക് കൊടുത്തതേ. അപ്പോഴാണ് ഈ അബദ്ധമൊക്കെ സംഭവിച്ചത്. ആ പത്നിയിലുണ്ടായത് ഈ വേനനാണ്. അംഗരാജാവ് വിവാഹം കഴിച്ച ധർമ്മരാജാവിൻ്റെ സഹോദരിയാണ് സുനീത. അപ്പോൾ സുനീതയ്ക്ക് ഈ ഉണ്ണി ഉണ്ടായപ്പോൾ ഈ കാലകിങ്കരന്മാരുടെ സ്വഭാവം പോലെ ആയിപ്പോയി. ഈ ഉണ്ണിയുടെ സ്വഭാവം, പെരുമാറ്റം വളരെ മോശമായി. ആ ഉണ്ണിയാണ് ഇപ്രകാരത്തിൽ അബദ്ധനായത് എന്നർത്ഥം. അപ്പോഴാണ് രാജാവിന് പോണ്ടി വന്നത്. തദ്ദോഷവ്യഥിത മനാഹ. ഈ ഉണ്ണിയുടെ പ്രവൃത്തി ദോഷങ്ങളെ കൊണ്ട് വളരെയധികം മനസ്സ് ദുഃഖിതനായിട്ടുള്ള മനസ്സോടു കൂടിയ സഹ രാജവര്യ അംഗ. ആ രാജവര്യൻ അംഗരാജാവ് ത്വൽപാദേ നിഹിതമനാഹ അങ്ങയുടെ പാദങ്ങളിൽ മനസ്സ് മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് വനം ഗതഹ. അപ്പോൾ വാനപ്രസ്ഥത്തെ സ്വീകരിച്ച് കാട്ടിലേക്ക് കയറി എന്നാണ്. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേഹ അംഗസ്യ വ്യജനി സുതഃ സ വേനനാമ തദ്ദോഷവ്യഥിതമതി സ രാജവർയ ത്വൽപാദേ നിഹിതമന വനം ഗതോഭൂത്.
അന്വയം ധ്രുവകുലേ ഏവ ജാതസ്യ തുംഗകീർത്തേः അംഗസ്യ വേനനാമ സഹ സുതഃ വ്യജനി തദ്ദോഷവ്യഥിതമനഃ സഹ അംഗരാജവര്യഃ ത്വൽപാദേ നിഹിതമനഃ വനം ഗതഃ അഭൂത്. അപ്പോൾ ഈ അംഗരാജാവ് വളരെയധികം ദുഃഖിച്ചിട്ടാണ് വനത്തിലേക്ക് പോയത്. അപ്പോൾ നല്ല കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെ വിഷമം അനുഭവിക്കേണ്ടി വരും. തനിക്ക് മാത്രമല്ല, തൻ്റെ പരമ്പര മുഴുവന് ഇതോട് കൂടിയിട്ട് നരകത്തിലേക്ക് പോണ്ടി വരും എന്ന്. പാപോപി ക്ഷിതിതലപാലനായ വേന പൗരാദ്യൈ ഉപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സേത്. പാപഹ, പേര് തന്നെ പാപഹ എന്നാണ്. അത്ര പാപിയ. കഠോര വീര്യഹാപി, മാത്രമല്ല എന്തൊരു വീര്യാന്ന് ശരിയാ. കാരണം ഈ പുത്രകാമേഷ്ടി കൊണ്ടുണ്ടായിട്ടുള്ള ആ ഫലമാണല്ലോ ഈ ഉണ്ണി. അപ്പോൾ ആ വീര്യങ്ങളൊക്കെ ഉണ്ട്. ഭഗവാന്റെ അനുഗ്രഹമാണത്. ക്ഷിതിതല പാലനായ ഇപ്പം അംഗരാജാവ് പോയി കഴിഞ്ഞപ്പോൾ ഈ കഠിന വീര്യമുള്ളതായിട്ടുള്ള പാപിയാണെങ്കിലും രാജാവാകാൻ വേണ്ടിയിട്ട് പൗരാദ്യൈഹി ഉപനിഹിത, പൗരന്മാർ മുതലായവരാൽ രാജാവായിട്ട് വാഴിക്കപ്പെട്ടു. ഇവിടെ പൗരന്മാർ എന്നുള്ളത് പൗരന്മാരുടെ ആവശ്യവും മുനിമാരുടെ ആശീർവാദവും. മുനിമാരാണ് അത് ചെയ്യുക. ബ്രാഹ്മണരാണ് ഈ പുരോഹിതന്മാർ, അതേപോലെ രാജഗുരു ആണത് ചെയ്യുക. അപ്പം അതുകൊണ്ട് രാജാവ് വേണം. അതുകൊണ്ട് ആ ഋഷികൾ അങ്ങനെ ചെയ്തു. അത് പൗരന്മാരുടെ ആവശ്യമാണ്. അയം വേനഃ സർവേഭ്യ, ഈ വേനൻ എന്ന പുതിയ രാജാവ് സർവേഭ്യ എല്ലാവരോടും നിജബലം ഏവ സംപ്രശംസൻ, തൻ്റെ ബലത്തെ തന്നെ നല്ലതുപോലെ പ്രശംസിക്കുന്നു. അതായത് തൻ്റെ ബലം എന്നുള്ളത്, ബലം എന്ന് പറഞ്ഞാൽ ശരിക്ക് സൈന്യം എന്നാണ് അർത്ഥം. സൈന്യം എന്നുള്ളത് ഇപ്പോൾ ഈ രാജാവിൻ്റെ ശരീരത്തിലെ എല്ലാ ദേവന്മാരുമുണ്ട് എന്നാണ്. വിരാട് രൂപ വർണ്ണന സമയത്ത് കയ്യിൽ ഇന്ദ്രൻ, കാലിൽ വിഷ്ണു, ഇങ്ങനെയെല്ലാം ഒരു വർണ്ണനയുണ്ട്. അപ്പോൾ ആ വർണ്ണനയ്ക്കനുസരിച്ച് അഷ്ടദിക്പാലകന്മാരും മറ്റ് ദേവസമൂഹങ്ങളും എല്ലാവരും രാജാവിൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് താൻ രാജാവ് മാത്രമല്ല, ദേവന്മാരേക്കാൾ മീതിയാണ്, എല്ലാ ദേവന്മാരും ഉണ്ട്. അപ്പോൾ ഇന്ദ്രനേക്കാൾ മീതിയാണ് ഞാൻ എന്നൊക്കെയാണ് വേനൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഋഷിമാരോട് പറഞ്ഞു, ഇനി മറ്റേ യാഗം കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ എന്തൊക്കെയാ തരാളാച്ചൊക്കെ നേരിട്ട് ഇങ്ങോട്ട് തന്നോളൂ, ഞാനതൊക്കെ സ്വീകരിച്ചോളാം, അല്ലാണ്ട് ഒരു ഏജൻറ്റ് വഴി വേണ്ട. സാധാരണ എങ്ങനെയാണ്, നമ്മൾ ഹോമപൂജാരി ചെയ്യുമ്പോൾ ദേവനാണ് കൊടുക്കുക. ദേവന് കൊടുത്തു കഴിഞ്ഞാൽ ദേവനാണ് നമുക്ക് അനുഗ്രഹമായിട്ടും മഴയായിട്ടും അതേപോലെ ഭൂമിയിൽ നിന്ന് ഈ സസ്യലതാദികൾ തരുന്നതായിട്ടുള്ള, വൃക്ഷലതാദികൾ തരുന്നതായിട്ടുള്ള ആഹാരം എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ അതൊക്കെ. അതേപോലെ ഭൂമിയിൽ നിന്ന് ഈ ധനാദി കാര്യങ്ങളൊക്കെ കിട്ടും, സ്വർണം തൊട്ടുള്ളതൊക്കെ കുഴിച്ചെടുത്താൽ കിട്ടും. അങ്ങനെ പലതുമുണ്ട്. ഇതൊക്കെ ദേവന്മാർ വഴിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു ഏജൻറ്റ് വേണ്ട. കാരണം ഞാൻ തന്നെയാണ് ദേവന്മാർ രാജാവിലായിരിക്കണം, അത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ സൈന്യബലം. അപ്പോൾ അതുകൊണ്ട് എല്ലാം എനിക്ക് വേണ്ടിയിട്ട് ചെയ്താൽ മതി. നിജബലം ഏവ സംപ്രശംസൻ, അവനവനെ ആത്മനിന്ദ മഹാപാപാണ്. പക്ഷേ ആത്മപ്രശംസ അത് മറ്റുള്ളവർക്ക് കൂടി അരോചകമാണ്. ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് വേറൊരാളെ ഞാൻ പുകഴ്ത്തുകയാണെച്ചാൽ, അന്യനെ ഞാൻ പുകഴ്ത്തുകയാണെച്ചാൽ അത് കേട്ടിരിക്കുന്നവർക്കും സുഖമാണ്, അതേപോലെ തന്നെ ഈ പുകഴ്ത്തപ്പെടുന്നയാൾക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതങ്ങനെയല്ല. ഞാൻ തന്നെ എന്നെ കുറിച്ചിട്ട് നന്നായിട്ട് പറയുക, അത് വളരെ നിന്ദ്യമാണ് എന്ന് സാരം. ഭൂചക്രേ, ഭൂമിയിൽ തൻ്റെ ഈ രാജ്യത്ത്, താൻ ഭരിക്കുന്നതായിട്ടുള്ള രാജ്യത്ത് തവ യജനാനി നിരൗസീർ, അതുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നത്, യാഗ പൂജാതി കാര്യങ്ങളൊക്കെ നിഷേധിച്ചു. ഈ അസുരന്മാരൊക്കെ ചെയ്യണേക്കാൾ കഷ്ടമായിപ്പോയി ഈ രാജാവിൻ്റെ ഭരണം. പാപഹ അഭി ക്ഷിതിതലപാലനായ വേന പൗരാദ്യൈഹി ഉപനിഹിത കഠോരവീര്യ സർവേഭ്യ നിജബലം ഏവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാനി അയം നിരൗത്സേത്. അന്വയം പാപഹ കഠോരവീര്യ അഭി ക്ഷിതിതലപാലനായ
പൗരാദ്യൈഃ ഉപനിഹിതഃ അയം വേനഃ സർവേഭ്യഃ നിജബലം ഏവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാനി നിരവസി. പാപിയായിട്ടുള്ള ഈ കഠിന വീര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാ യോഗ്യതകളുമുണ്ട്. അങ്ങനെ ഭൂമിയെ ഭരിക്കാനുള്ള അധികാരം ഈ രാജാവായിട്ട് അഭിഷേകം ചെയ്യൽ പൗരന്മാർ പറഞ്ഞുകൊണ്ട് ആ ഋഷിമാരാൽ ചെയ്യപ്പെട്ടപ്പോൾ എല്ലാ ഭൂമിക്കും എന്ന് വെച്ചാൽ ഇദ്ദേഹം ഭരിക്കുന്ന ആ രാജ്യത്തിനായിരുന്നു സാരം. ഭൂമി മുഴുവൻ അന്ന് വേനൻ്റെ കീഴിലാണ്. അപ്പം അതുകൊണ്ട് മുഴുവൻ രാജാവായിട്ട് ഭരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തൻ്റെ ഈ വീര്യത്തെ, ബലത്തെ, തൻ്റെ കഴിവിനെ പലതും പറഞ്ഞ് ഫലിപ്പിച്ചു. അതുകൊണ്ട് ഇനി യാഗാദികളൊന്നും വേണ്ട, വിഷ്ണുവിന് കൊടുത്തിട്ട് വേണ്ട എനിക്ക് കിട്ടാൻ, എനിക്ക് നേരിട്ട് ഇങ്ങോട്ട് തന്നോളൂ എന്ന് ശഠിച്ചു എന്നാണ്. പാപോപി ക്ഷിതിതലപാലനായ വേന പൗരാദ്യൈ ഉപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം നിരൗത്സീത്. മൂന്നാമത്തെ ശ്ലോകം. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി തന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായി വേന. താപസൗഖേ, ഈ തപസ്വികളുടെ കൂട്ടം. തപസ്വികളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് ഋഷിമാര്, പുരോഹിതന്മാര്, രാജഗുരു തൊട്ടുള്ള എല്ലാവരും. അതിലൊരു സംഘം എന്നുള്ള നിലയ്ക്ക് പറയാനുള്ള കാരണം തന്നെ അതാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് എന്നാണ്. അതിനാണ് പക്ഷഭേദമൊന്നുമില്ല അതിൽ. ഹിതകഥനായ, ഈ രാജാവ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ചിന്ത വളരെ മോശമാണ്. അപ്പം അതുകൊണ്ട് ഉപദേശിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹിതം, ലോകഹിതം, രാജാവിനും നന്നാവട്ടെ വിചാരിച്ചത് മൊത്തം ഹിതം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് സംപ്രാപ്തെ ഇവരെല്ലാവരും കൂടിയിട്ട് വന്നു. ജ്ഞാനികൾ, ബ്രാഹ്മണർ എല്ലാവരും കൂടിയിട്ട് വന്നു. അപ്പോൾ സംപ്രാപ്തെ വന്നു കഴിഞ്ഞപ്പോൾ മത്തഹ അന്യഹ കശ്ചന ഭുവനപതി ന ഇതി എന്ന് വേനം പറഞ്ഞു. മത്തഹ, എന്നിൽ നിന്നും, എന്നേക്കാൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള നിലയ്ക്ക് എന്നിൽ നിന്നും അന്യഹ കശ്ചന, വേറെ ഒരുവൻ, മറ്റൊരാൾ, ഭുവനപതി, ഭൂമിയുടെ പതി എന്നല്ല, ഈ 14 ലോകത്തിൻ്റെയും പതിയായിട്ട് ന ഇതി, അങ്ങനെ ഒന്നുമില്ല. ഞാനാണ് ഏറ്റവും വലിയ ആൾ, എന്നേക്കാൾ വലിയതായിട്ട് വേറെ ആളില്ല. നിന്ദാവചനപരഹ, ഭഗവാനെ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. ഗുരുവായൂരമ്പലത്തിൽ നിന്നിട്ട് മേൽപ്പത്തൂർ പറയുകയാണ്, അങ്ങയെ നിന്ദിക്കുക. അങ്ങനെ നിന്ദാവചനപരമായിട്ട് പെരുമാറ്റം മുഴുവൻ മനസാ വചസ കർമ്മണ ചെയ്തു. വേനഹ തൈഹി, ആ വേനൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മഹർഷിമാരാൽ, തൈഹി അവരാൽ എന്തു ചെയ്തു? മുനീശ്വരൈഹി, തൈഹി മുനീശ്വരൈഹി, ഈ മുനീശ്വരന്മാരാകുന്ന അവരാൽ ശാപാഗ്നൗ, ഒരു ശാപമാകുന്ന അഗ്നി, ശലഭദശാം അനായി, ശലഭാവസ്ഥയിലേക്ക് നയിക്കപ്പെട്ടു. അതായത് അഗ്നി ഇങ്ങനെ കത്തുകയാണ്. ആ കത്തണേൻ്റെ അവിടത്തേക്ക് ഈ ഈയാമ്പാറ്റകൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ, സാധാരണ ഈയാമ്പാറ്റ ഈ അഗ്നിയുടെ ഇതിന് കാണുമ്പോൾ അങ്ങോട്ട് വരും, ആ ചിറകയിൽ കരിയും, ആ അഗ്നിയിൽ പെട്ടാണ് പോവും. ഇങ്ങനെയാണ് പതിവ്, മരിക്കും. അതേപോലെ തന്നെ ഈ മുനിമാരെ ഹിതം പറയാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഋഷിമാരെ നിന്ദിച്ചു, ദേവന്മാരെ നിന്ദിച്ചു, കുലഗുരുവിനെ, ബ്രാഹ്മണരെ, ഭക്തന്മാരെ ഒക്കെ നിന്ദിക്കുകയാണ്. ഒക്കെ ഞാനാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ പറയണത്. അപ്പം അത് സഹിച്ചില്ല എന്നൊരു വാക്കേ പറഞ്ഞുള്ളൂ ഈ ഋഷിമാർ. ആ ഹുങ്കാരം കൊണ്ട് അതൊരു പാപം തന്നെ സ്വയമേവ കത്തിപ്പോയി. സ്വയമേവ കത്തിയപ്പോൾ ആ അഗ്നിയിൽ ഈ പാപി മരിച്ചു. വേനൻ അതോട് കൂടിയിട്ട് മരിച്ചു വീണു എന്ന് സാരം. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതി ന കശ്ചനേതി നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായി വേനാം. അന്വയം. താപസൗഖേ, താപസ ഔഖേ, ഹിതകഥനായ സംപ്രാപ്തേ മത്തഃ അന്യഃ കശ്ചന ഭുവനപതിഃ ന ഇതി തത് നിന്ദാവചനപരഃ വേനഃ തൈഃ മുനീശ്വരൈഃ ശാപാഗ്നൗ
ശലഭദശാം അനായി. പദച്ഛേദം സംപ്രാപ്തേ ഹിതകഥനായ താപസ ഔഘേ മത്തഃ അന്യഃ ഭുവനപതിഃ ന കശ്ചന ഇതി ത്വത് നിന്ദാവചനപരഃ മുനീശ്വരൈഃ തൈഃ ശാപാഗ്നൗ ശലഭദശാം അനായി വേനഃ. അപ്പോൾ ഈ ഋഷിമാരെല്ലാവരും കൂടിയിട്ട് വേനനെ ഒന്ന് ഉപദേശിക്കാം, എന്നാൽ നേരെയാവും എന്ന് സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നേക്കാൾ കേമനായിട്ട് വേറൊരാളില്ല എന്ന് പറയുകയും ചെയ്തു. ഭഗവാന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട എന്നും ഭഗവാനെ നിന്ദിച്ചുകൊണ്ടും സംസാരിച്ചു. അത് വേനൻ്റെ ഈ പ്രവൃത്തി വളരെ മോശമായിട്ട് തോന്നിയപ്പോൾ ആ ഋഷികളിൽ ഒരാൾ എന്നൊന്ന് പറഞ്ഞു. അത് കുറച്ചൊരു മാനസിക പ്രയാസത്തോട് കൂടിയിട്ട് നിൻ്റെ ഈ വീര്യം വളരെ നിസ്സാരമാണ് എന്ന അർത്ഥത്തിൽ ഒരു ഹുങ്കാരം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ ഹുങ്കാരം പക്ഷേ അത് ശാപാഗ്നിയായിട്ട് മാറി. പാപിയായിട്ടുള്ള വേനൻ്റെ ഉള്ളിലെ ഈ പാപം അതങ്ങോട്ട് ജ്വലിച്ചു. ആ ജ്വലനം ആ വേനൻ്റെ മൃത്യുവിന് കാരണമായി. അങ്ങനെ വേനൻ മരിച്ചു വീണു. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്യോ ഭുവനപതിർന്ന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ ശാപാഗ്നൗ ശലഭദശാമനായി വേന. ഇനി 4-ാമത്തെ ശ്ലോകം. തന്നാശാത് ഖലജനഭീരുകൈസ്തൈ മുനീന്ദ്രൈ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ ത്യക്ത്വാഖേ പരിമഥിതാദ് അധോരുദണ്ഡാദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തന്നാശാത്, ആ വേനൻ്റെ മരണം, നാശം കാരണം, അതിൽ നിന്ന് ഖലജനഭീരുകൈഹി, ചീത്ത ആളുകൾ, വഞ്ചകർ, ദുഷ്ടന്മാർ ആയിട്ടുള്ള ജനങ്ങളിൽ നിന്നും ഭയപ്പെടുന്നതായിട്ടുള്ള, അപ്പോൾ ദുഷ്ടന്മാരെ കൊണ്ടങ്ങനെ നിറഞ്ഞു രാജ്യം. മറ്റത് ഒരു ദുഷ്ടനെ ഉണ്ടാകുന്നുള്ളൂ, ഇത് അനവധി ദുഷ്ടന്മാരായി. അപ്പോൾ മുനീന്ദ്രൈഹി, ഇതേ മുനികൾ എല്ലാവരും തന്മാത്ര, ആ വേനൻ്റെ അമ്മയായിട്ടുള്ള സുനീതയാൽ, വേനൻ്റെ അമ്മ സുനീത ഈ ധർമ്മരാജാവിൻ്റെ അനിയത്തിയാണ്, അംഗരാജാവിൻ്റെ പത്നി. വേനൻ്റെ അമ്മ ഈ പുത്രൻ, അതിപ്പോൾ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. അപ്പോൾ ആ അമ്മ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ, അനവധി കാലമായിട്ട് എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചതായിട്ടുള്ള വേനൻ്റെ ആ ശരീരത്തിലെ അപ്പോഴത്തെ സാന്നിധ്യം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുനിമാർ നിശ്ചയിച്ചു. പരിമഥിതാത്, എന്നിട്ടോ അത് ഒന്ന് കടഞ്ഞു എന്നാണ്, മഥനം ചെയ്തു. അങ്ങനെ കടഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഊരുദണ്ഡാത്, തൊടയാണ് ഇങ്ങനെ കാലിന്ന് അങ്ങോട്ട് മുകളിലേക്കാണ് ഊരുദണ്ഡാത്. ഈ തുട ഊരുക്കൾ കടഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും നിഷാദന്മാരുണ്ടായി എന്നാണ്. ത്യക്ത്വാഖേ, ആ പാപമെല്ലാം വിട്ടുപോയി. ആ പാപം നിഷാദന്മാരായിട്ടാണ് വന്നത്, അവർ കാട്ടിലേക്ക് കയറി. പിന്നെയോ വീണ്ടും പരിമഥിതേ ദോർദണ്ഡേ പരിമഥിതേ, അപ്പോൾ പാപങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കൈത്തണ്ട ദോർദണ്ഡ്, ദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡം സാധാരണ കൈ കൊണ്ടല്ലേ ചെയ്യുക, ദണ്ഡ് പിടിക്കുന്നതായിട്ടുള്ള അവയവവും കൈയാണ്. അപ്പോൾ ആ കൈ കടഞ്ഞപ്പോൾ അതാണ് ദോർദണ്ഡ്, 2 കൈകളും കടഞ്ഞു. അപ്പോൾ ഇടത്തെ കൈയിൽ നിന്ന് ലക്ഷ്മിയും വലത്തെ കൈയിൽ നിന്ന് പൃഥുവും. അപ്പോൾ പൃഥു അർച്ചിസ് എന്നുള്ള പേരിലാണ് ലക്ഷ്മി വന്നത്, പൃഥു എന്ന പേരിലാണ് വിഷ്ണു വന്നത്. ദോർദണ്ഡേ പരിമഥിതേ, 2 കൈയും കടഞ്ഞു കഴിഞ്ഞപ്പോൾ ത്വം ആവിരാസി, ഭഗവാനെ അങ്ങ് ആവിർഭവിച്ചു, പ്രത്യക്ഷപ്പെട്ടു, ജനിച്ചു എന്ന് സാരം. അവിടെ അവതാരം സ്വീകരിച്ചു. 2 പേരും കൂടിയിട്ടാണ് ഈ ശ്ലോകത്തിൽ അതിന് മുഴുവൻ ഒതുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. തന്നാശാൽ ഖലജനഭീരുകൈഃ മുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ ത്യക്ത്വാഖേ പരിമഥിതാദ് അധോരുദണ്ഡാദ് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. അന്വയം. തന്നാശാത് ഖലജനഭീരുകൈഃ മുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ പരിമഥിതാദ് ഊരുദണ്ഡാദ് ത്യക്ത ഔഘേ ദോർദണ്ഡേ പരിമഥിതേ ത്വം ആവിരാസി.
തത് നാശാത് ഖലജനഭീരുകൈഃ മുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തത് അംഗേ ത്യക്ത്വാ ആഖേ പരിമഥിതാത് അധ ഊരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വം ആവിരാസീഹി. പദച്ഛേദം. തന്നാശാത് ഖലജനഭീരുകൈഃ മുനീന്ദ്രൈഃ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്ത്വാഖേ പരിമഥിതാദഥോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വം ആവിരാസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പൃഥുവും അർച്ചിസും ആയിട്ട് വിഷ്ണുവും ലക്ഷ്മിയും അവതരിച്ചു വേനന്റെ ശരീരം കടഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാണ് പറഞ്ഞത്. ഇനി 5-ാമത്തെ ശ്ലോകം. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യ വേനാർദ്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷ സമാമകർഷീം. പൃഥു ഇതി വിഖ്യാത. പൃഥു എന്ന പേരിൽ വളരെയധികം ഖ്യാതിയോട് കൂടിയിട്ട് പ്രശസ്തിയോട് കൂടിയിട്ട് താപസോപദിഷ്ടൈഹി ഈ മഹാഋഷിമാരാൽ ഉപദേശിക്കപ്പെട്ടതായിട്ടുള്ള സൂതാദ്യൈഹി സൂതന്മാര്, മാഗധന്മാര്, വന്ദികള് 3 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സ്തുതിപാഠകരാണ് ഉള്ളത്. സൂതന്മാര് പാരമ്പര്യത്തെ പറഞ്ഞ് സ്തുതിക്കുന്നു. മാഗധന്മാര് പരമ്പരയെക്കുറിച്ച് പറഞ്ഞ് സ്തുതിക്കുന്നു. വന്ദികള് നേരിട്ട് ഈ ആള് ചെയ്തതായിട്ടുള്ള സത്പ്രവൃത്തികളെ ഊന്നി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. ഇതാണ് സൂതമാഗധ വന്ദികള്. അപ്പൊ കുലത്തെ പറ്റിയൊക്കെയാണ് ഇത് പറഞ്ഞ് സ്തുതിക്കുക. പുരാണം പറയും സൂതന്മാർ. അതേപോലെ പാരമ്പര്യാദികൾ പറയും. അപ്പോൾ യശസ് എത്രത്തോളമുണ്ടോ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുലത്തിനും ചെയ്ത പ്രവൃത്തികൾക്കും സദ്ഫലങ്ങളെ അനുഭവിച്ചതും അതൊക്കെ പറയും. നേരിട്ട് ഇദ്ദേഹം ചെയ്തതായിട്ടുള്ള കാര്യത്തെ പ്രത്യേകമായിട്ട് പറയും. അത് വന്ദികൾ പറയും. ഇപ്പോൾ ഇങ്ങനെ താപസോപദിഷ്ടൈഹി സൂതാദ്യൈഹി സൂതന്മാരെ തുടങ്ങിയവർ പരിണുത ഭാവി ഭൂരിവീര്യ. ഇവർ ഈ പൃഥുവും അർച്ചസും ഉണ്ടായ സമയത്ത് തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അപ്പോൾ ആദ്യമേ തന്നെ സാധാരണ ഇങ്ങനെ ഒരു അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ സ്തുതിക്കും. ഇവരെല്ലാവരും സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതുവരെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ സ്തുതിക്കണ്ട, എന്തെങ്കിലും ചെയ്തതിന് ശേഷം നമുക്ക് സ്തുതിക്കാം. അപ്പോൾ അത് ശരിയാണ് എന്ന് എനിക്കും തോന്നണല്ലോ എന്നെല്ലാം പറഞ്ഞ് സ്തുതിയെ തടുത്തു. അപ്പം മഹർഷിമാർ പറഞ്ഞു, ഇതൊരു നമ്മൾ സാധാരണ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചില സൂക്തങ്ങൾ ചെല്ലാറുണ്ട്. ഈ സ്തുതികളൊക്കെ സൂക്തങ്ങളാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇതുവരെ ചെയ്തു 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 എന്ന് പറയണ്ട. അതുണ്ടായിരുന്നു അതുണ്ട് എന്നൊന്നും പറയണ്ട. ഭാവിയിൽ ഇന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് സ്തുതിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുരാണത്തെ പറ്റി പറയണ്ട എന്ന് പൃഥു പറഞ്ഞത് കുറച്ച് സത്യമായി. കാരണം അച്ഛൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. പിന്നെ മുത്തശ്ശൻ്റെയും അവിടുന്ന് അങ്ങോട്ടുള്ളത് പിന്നിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും പറയാനുണ്ട്. അപ്പം അത് വേണ്ട, അച്ഛനെ പറയാതെ കണ്ട് മുത്തശ്ശന്മാരെ പറയണ്ട എന്നുള്ള ഒരു വ്യംഗ്യം അവിടെ വന്നു. അച്ഛൻ വേനന് കുറച്ച് മോശമാണ്. അപ്പം അത് പറഞ്ഞ് സൂചിച്ചാൽ നാണക്കട. അപ്പം ആ സമയത്ത് നാണക്കട് വേണ്ടല്ലോ. അപ്പോൾ മഹർഷിമാർക്കും അത് കാര്യം മനസ്സിലായി. ഇത് വ്യംഗ്യമാണ്, പറഞ്ഞിട്ടില്ല. അവർ ഭാവിയിൽ ഈ പൃഥു മഹാരാജാവ് എന്തൊക്കെ ചെയ്യും, അർച്ചിസ് എന്തൊക്കെ ചെയ്യും. അർച്ചിസിനെ പറ്റി പിന്നീട് ദേവന്മാരും കൂടി സ്തുതിക്കുന്നുണ്ടേ, അതാണ്. അപ്പോൾ ഇപ്പോൾ ക്ഷയത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയിൽ വൃദ്ധി പ്രാപിപ്പിക്കും. കാരണം ഇത് വിഷ്ണുവും ലക്ഷ്മിയുമാണ്. അതുകൊണ്ട് ഇനി യാഗങ്ങൾ ധാരാളം ചെയ്യും, എല്ലാവർക്കും വേണ്ടതൊക്കെ ഭൂമിയിൽ നിന്ന് കറന്നു കൊടുക്കും. ഇങ്ങനെ എല്ലാവരാലും ഇഷ്ടപ്പെടും എന്നും, അതേപോലെ തന്നെ രാജാവായിട്ട് ഭഗവാൻ അവതാരം സ്വീകരിച്ചു, മർത്യരൂപത്തിലാണ്. അതുകൊണ്ട് സനകാദി മഹർഷിമാരെ പോലെയുള്ളവരിൽ നിന്നും ഉപദേശത്തെ സ്വീകരിക്കും. ഒടുവിൽ വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുകയും ചെയ്യും. ഇങ്ങനെ അതിബൃഹത്തായിട്ടുള്ളൊരു സ്തുതിയെ പറഞ്ഞു. അതവർ ചെയ്തു. അതാണ് പരിണുത ഭാവി ഭൂരി വീര്യ. പിന്നെയോ വേനാർത്തിയ, വേനലിൽ നിന്നും ഈ ആർത്തനായിട്ടുള്ള ഒരു അവസ്ഥ വേണ്ടി വന്നു എല്ലാ പൗരജനങ്ങൾക്കും.
ഋഷിമാർക്കും ഒക്കെ വന്നി വന്നു. എന്താ കാരണം? വേനന്റെ ദുർഭരണം കൊണ്ട്. അപ്പോൾ വേനൻ മൂലം ഉണ്ടായിട്ടുള്ള ഈ ദുഃഖം കബളിത സമ്പദം ധരിത്രിയും, ഈ മറയ്ക്കപ്പെട്ടതായിട്ടുള്ള സമ്പത്തോടു കൂടിയ ഭൂമി. അപ്പോൾ ഇവർ മാത്രമല്ല, ഭൂമിക്കും വലിയ വിഷമായി. അപ്പോൾ ഭൂമി എന്ത് ചെയ്തു? ഇയാളിതൊക്കെ നശിപ്പിക്കുകയാണ് വേനനെ. അപ്പം അതുകൊണ്ട് തൻ്റേതായിട്ടുള്ളത് മുഴുവൻ ഈ ഉപരിതലത്തിൽ നിന്നും മറിച്ച് അത് ഉള്ളിലേക്ക് അങ്ങോട്ട് ഒളിപ്പിച്ചു. അപ്പോൾ ഒന്നും പുറമെ ഒന്നും വരണില്ല, ധനധാന്യങ്ങളില്ല, ഒന്നുമില്ല. ആക്രാന്തം. അപ്പം ആ ഭൂമിയെ നല്ലോണം ആക്രമിച്ചുകൊണ്ട് ഉഴുതുമറിക്കുക എന്തൊക്കെയാ ചാതൊക്കെ. അങ്ങനെ നിജ ധനുഷ, തൻ്റെ വില്ല്, ശാർങ്കം എന്ന വില്ല് കൊണ്ട് ഭഗവാൻ പൃഥു ഈ കലപ്പയായാലും വേണ്ടില്ല, വില്ലായാലും വേണ്ടില്ല, ഒക്കെ ഒന്ന് തന്നെയാണ്, ഭൂമിയെ മതിച്ചു. അപ്പോഴോ സമാം അകാർഷിയത്, സമമാക്കി തീർത്തു. സമമാക്കി തീർത്തു എന്നുള്ളതിന് ഭൂമി നിരപ്പാക്കി തീർത്തു എന്നല്ല, ഭൂമിയെ വേണ്ട വിധത്തിൽ വിന്യസിച്ചു എന്ന് വേണം പറയാൻ. റോഡുകളുണ്ടാക്കി, പിന്നെ പാടങ്ങളുണ്ടാക്കി, തോടുകളുണ്ടാക്കി, ഗൃഹാദികൾ വാസയോഗ്യമാക്കി, ചില ധാരാളം ഗൃഹങ്ങളൊക്കെ പണിയെടുത്തു. അതുപോലെ പട്ടണങ്ങൾ, അങ്ങാടികൾ, പിന്നെ രാജകൊട്ടാരം തുടങ്ങിയിട്ടുള്ള വേണ്ടത് എന്തൊക്കെയാണോ ഉണ്ടാക്കേണ്ടത് അത് മുഴുവൻ ഉണ്ടാക്കി. ധാരാളം സസ്യജാലങ്ങളെ വെച്ച് പിടിപ്പിച്ചു. മഴ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പെയ്യുകയും ചെയ്തു. എന്നുവെച്ചാൽ 6 ഋതുക്കളാണല്ലോ ഉള്ളത്. ആ ഋതുക്കളൊക്കെ നന്നായിട്ട്, വേനലാച്ചാൽ അതിൻ്റെ രീതിയിൽ, കഠിനമായിട്ടുള്ള വേനലല്ല, മഴ വേണ്ട രീതിയിൽ, ശരത്തായാലും ഈ വസന്തായാലും ഹേമന്തായാലും ഒക്കെ ആ വേണ്ട രീതിയിൽ. അതേപോലെ ശിശിരം, മഞ്ഞുകാലം, അതും ഒക്കെ കണക്കുണ്ട്. ആ കണക്കിൽ കുറഞ്ഞോ ആയിക്കഴിഞ്ഞാൽ പൂക്കൽ കുറയും, അത് പൂത്ത് കഴിഞ്ഞാൽ അത് കൊഴിയും. നേരെ മറിച്ച് പൂത്തത് നന്നായിട്ട് ഉണ്ടാവും, കായകൾ സമൃദ്ധിയായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ 6 ഋതുക്കളും ഒരേപോലെ നന്നായിട്ടാണ് വരിക എങ്കിൽ ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, വസന്തം, ശിശിരം ഒക്കെ വേണം. ശിശിരം, ഹേമന്തം, വസന്തം ഒക്കെ വേണം. അതൊക്കെ നന്നായി വളരുകയാണെങ്കിൽ, നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ദേവന്മാരാൽ കൊടുക്കപ്പെട്ടു. അപ്പോൾ ഭൂമി അതിൻ്റേതായിട്ടുള്ള എല്ലാ രീതിയിലും സസ്യജാലങ്ങളെ കൊണ്ട് എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് മുഴുവനെ കൊടുത്തു എന്നാണ്. സസ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? ആഹാരാദികൾ കിട്ടും. ധാന്യമായിട്ട് വേര്, പൂളക്കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ ഒക്കെ ഇല്ലേ, വേരായിട്ട്, പിന്നെ കറുവപ്പട്ട തുടങ്ങിയിട്ട് മരത്തിൻ്റെ തൊലിയായിട്ട്, പിന്നെ കായാഫലങ്ങൾ, മാങ്ങയായാലും ചക്കയായാലും, അതേപോലെ വെള്ളരിക്ക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പച്ചക്കറി കൂട്ടം, ശാകംഭരി, അപ്പം അങ്ങനെ പലതും കിട്ടും. ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുക? ഇലയായാലും തോലായാലും കായായാലും ഫലമായാലും വാഴ തുടങ്ങിയിട്ടുള്ള ഔഷധി വർഗം, അതേപോലെ പുല്ലുവർഗ്ഗങ്ങൾ വേണം. അതേപോലെ തന്നെ ആഹരിക്കാനുള്ള ധാന്യവർഗ്ഗങ്ങൾ വേണം, എല്ലാം വേണം. മരുന്ന് വർഗ്ഗങ്ങൾ വേണം, കരിമ്പ് തുടങ്ങിയിട്ടുള്ള പഞ്ചസാര ഒക്കെ വേണ്ടേ, ഒക്കെ വേണം. എല്ലാം അതുപോലെ തേന തുടങ്ങിയിട്ടുള്ളൊക്കെ പൂക്കളിൽ നിന്ന്, ഇതൊക്കെ ധാരാളം വേണേ. ഗോരസം, സസ്യജാലങ്ങളിൽ നിന്നുള്ള ഈ ആഹാരം, ഇത് രണ്ടുമാണ് മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ, മനുഷ്യൻ്റെ അല്ല, ഈ ജന്തു ജീവജാലങ്ങളുടെ മുഴുവൻ ആഹാരം അതാണ്. അതിൽ കുറച്ചൊരു അഡീഷണലായിട്ട് പറയാറും ഈ തേന് തുടങ്ങിയിട്ടുള്ളതാണ്. ചില മരുന്നുകളുണ്ട്, ഗോരോചനം തൊട്ടുള്ളതൊക്കെ ചിലതുണ്ട്. വായുവും വെള്ളവും കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കേണ്ട ആഹാരം ഈ സസ്യജന്യവും ഗോരസവും മാത്രമാണ്. അതിൽ പെടും സകല ആഹാരങ്ങളും. അപ്പം അത് മുഴുവനെ ഇവിടുന്ന് ധാരാളമായിട്ട് കിട്ടി. അപ്പം അതാണ് സമമാക്കി തീർത്തു, നിരപ്പാക്കി തീർത്തു എന്നല്ല. പർവ്വതവും നദിയും ഒന്നും ഇല്ലാതെ കണ്ട് അങ്ങനെയല്ല. നദിയുള്ള സ്ഥലങ്ങളിൽ പ്രയാസമില്ല, പക്ഷേ തോടില്ലാത്ത സ്ഥലങ്ങളിൽ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് തോടുണ്ടാക്കി. നദികളും വലിയതായ നദിയായി, അതല്ല വെച്ചാൽ തോട്, അത്രയേ ഉള്ളൂ. ചെറിയ തോടുമുണ്ട്, വലിയ തോടുമുണ്ട്. വെള്ളത്തിനനുസരിച്ച് അതൊക്കെ ഭഗവാൻ വേണ്ട രീതിയിലാക്കി കൊടുത്തു. അപ്പോൾ കൃഷി വളരെ നന്നായിട്ട് നടന്നു. അതാണ് വിഖ്യാത പൃഥുരിതി താപസോപതിഷ്ഠൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യ
വേനാർത്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷ സമാമകർഷീ. അന്വയം. പൃഥുഃ ഇതി വിഖ്യാതഃ താപസ ഉപദിഷ്ടൈഃ സൂതാദ്യൈഃ പരിണുത ഭാവിഭൂരിവീര്യഃ വേനാർത്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷ സമാം അകാർഷീത്. പദച്ഛേദം. വിഖ്യാതഃ പൃഥുഃ ഇതി താപസ ഉപദിഷ്ടൈഃ സൂതാദ്യൈഃ പരിണുത ഭാവിഭൂരിവീര്യഃ വേനാർത്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷ സമാം അകാർഷീ. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവിഭൂരിവീര്യ വേനാർത്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷ സമാമകർഷീ. അഞ്ചാമത്തെ ശ്ലോകവും നമ്മൾ പറഞ്ഞു. 10 ശ്ലോകങ്ങളാണ് ഈ 18ാമത്തെ ദശകം പൃഥുചരിതത്തിലുള്ളത്. ബാക്കി 5 ശ്ലോകങ്ങളിൽ അടുത്തേര് പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം. അവരെ കൊണ്ട് നാരായണീയം ചൊല്ലിക്കണം. അപ്പോൾ ഇങ്ങനെ വാക്ക് മുറിച്ച് ചൊല്ലുമ്പോൾ അവർക്കും അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പുരാണ പരിചയം ഇതുകൊണ്ട് കിട്ടും. കുറച്ച് എന്തെങ്കിലുമൊക്കെ അഡീഷണലും ഒരു പക്ഷേ കിട്ടും. അത് അവർക്ക് ഈ ഒരു വാസന ഉണ്ടാകുമാറാകട്ടെ, സാത്വിക ഭാവത്തിലേക്ക് എത്തുമാറാകട്ടെ. ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.